ഹലോ, കുറച്ചധികം നാളായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇതൊരു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. സംഭവം വേറെ ഒന്നല്ല, AMR എന്ന് കേട്ടിട്ടുണ്ടോ? സംഭവം മറ്റൊന്നല്ല കേട്ടോ, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? നമ്മുടെ ബോഡിയിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഇവരൊക്കെ പറയുന്നതാണ് മൈക്രോബ്സ്. അപ്പോൾ ഇവരെ കൊല്ലുന്നതിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ പറയുന്ന പേരാണ് ആന്റി മൈക്രോബിയൽസ്. ഓക്കെ, അപ്പോൾ എന്താണ് AMR? ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. നമ്മൾ റിക്കറന്റ് ആയി ഡോക്ടർ പറയുന്നതിനെക്കാട്ടി കൂടുതലോ അല്ലെങ്കിൽ കുറവ് എമൗണ്ട് ഓഫ് കോഴ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ആന്റിബയോട്ടിക് ആയിക്കോട്ടെ, ആന്റിവൈറൽ ഡ്രഗ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അവസാനം ഇതിനൊന്നും ഒരു ഒരു റെസ്പോൺസ് കാണിക്കത്തില്ല. അതായത് നമ്മൾ രോഗം കുറയാൻ വേണ്ടിയിട്ട് മരുന്ന് എടുക്കുന്നെങ്കിലും രോഗം കുറയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ഈ പറയുന്ന ആന്റി മൈക്രോബിയൽ ഡ്രഗ്സിനോട് റെസിസ്റ്റൻസ് കാണിക്കും കേട്ടോ. അപ്പോൾ അതിനെയാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടും ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മിക്ക ഉള്ളവർക്കും ഉള്ള ഒരു വിഷയമാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. പലർക്കും ഈ ആന്റിബയോട്ടിക് ഒന്നും കഴിച്ചാൽ തന്നെ എന്താ പറയുക, എഫക്ട് കാണിക്കില്ല. കാരണം എന്താണ്? ഇതേപോലെയുള്ള മിസ്യൂസുകളും ഉണ്ടാണ് കേട്ടോ. വേറെ കുറച്ച് പേഷ്യൻസിനെ എടുത്തു കഴിഞ്ഞാൽ ഇവര് എന്താ പറയാ, ഈ ആന്റിബയോട്ടിക്സ് ഒക്കെ വീട്ടിൽ കൊണ്ടുപോയി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ വീണ്ടും എടുത്ത് കൊടുക്കും. അതുപോലെ വീണ്ടും എടുത്ത് കഴിക്കുന്നത് കാണാം. അതുപോലെ ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യുന്നത് കാണാം. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മുടെ ബോഡിയിൽ തന്നെ നല്ല നല്ല എന്താ പറയാ, നമുക്ക് ഉപദ്രവകാരികളല്ലാത്ത നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കുറച്ച് ബാക്ടീരിയാസ് ഉണ്ട്. നമ്മുടെ ഡൈജഷനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനത്തെ ബാക്ടീരിയസ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ ആന്റിബയോട്ടിക് എടുക്കുമ്പോഴത്തേക്കും കൂടുതലായിട്ട് ഉള്ള കോഴ്സുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? നമ്മുടെ ഈ നല്ല ബാക്ടീരിയകളെല്ലാം മരിച്ചു പോകും. എന്നിട്ട് നമുക്ക് രോഗം ഉണ്ടാക്കുന്ന എന്താ പറയാ, വില്ലനായിട്ട് ആക്ട് ചെയ്യുന്ന ബാക്ടീരിയാസ് അവിടെ തന്നെ നിൽക്കും. എന്നിട്ട് വീണ്ടും 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 നമ്മളൊരു രോഗിയാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ഡോക്ടർ പറയുന്നതിനേക്കാൾ ഏറെ എമൗണ്ട് ഓഫ് കോഴ്സുകൾ ആന്റിബയോട്ടിക്സ് വാങ്ങി കഴിക്കാൻ പാടില്ല. ആൻഡ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ ഫാർമസികളിലൊന്നും ഈ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കൊടുക്കത്തില്ല. അത് ഒരു എന്താ പറയാ, ഇമ്പോർട്ടന്റ് കാര്യമാണ്. പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് കൊടുക്കാറേ ഇല്ല ഈ ആന്റിബയോട്ടിക്സ്. അങ്ങനെ ആരും കൊടുക്കാനും പാടില്ല എന്നാണ് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, AMR. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ആൻഡ് ഹെൽത്തി. ബൈ.